കോഴിക്കോട് ചെറുപ്പയിലെ സർക്കാർ ആശുപത്രിയുടെ ദുരവസ്ഥയിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ ജനം ടിവി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. ജനം ഇംപാക്ട്. ആശുപത്രിയുടെ ദുരിതാവസ്ഥയിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനാണ് നിർദ്ദേശം നൽകിയത്. സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവും ജനം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്യാഹിത വിഭാഗത്തിന് പുതിയ കെട്ടിടം പണിതിട്ടുണ്ടെങ്കിലും വയറിംഗ് ജോലികൾ പാതി വഴിയിലാണ്. ജീവനക്കാരില്ലാത്തതിനാൽ നഴ്സുമാരാണ് OP ടിക്കറ്റുകൾ നൽകുന്നത്. സ്ഥല സൗകര്യമില്ലാത്തതിനാൽ ഷീറ്റ് കൊണ്ട് മറച്ച സ്ഥലത്താണ് OP ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ചികിത്സിക്കേണ്ട ഗതികേടിലുമാണ്. ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സുകളടക്കം അപകടാവസ്ഥയിലായതും ജനം വാർത്ത നൽകിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലോടെ ആശുപത്രിയുടെ ദുരിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ജനം, കോഴിക്കോട്. കാലവർഷം എത്താനിരിക്കെ സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി വരെ 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുകയാണ്.